ദേവാസുരം എന്നുള്ള പടം തുടങ്ങുന്നതിന് മുമ്പായിട്ട് അതിന് മുമ്പത്തെ ഒരു ചെറിയ കഥ ഇത് പറയേണ്ടി വരും. പറയൂ. ഞാൻ കള്ളനും പോലീസും എന്ന് പറഞ്ഞൊരു പടം IV ശശി എനിക്ക് വേണ്ടി ചെയ്തു. ശ്രീകുമാരൻ തമ്പി സാറാണ് അത് അതിൻ്റെ സ്ക്രിപ്റ്റ്. പടം നല്ലതാണ്, പക്ഷേ അത് അന്ന് IV ശശി ചെയ്യേണ്ട പടമല്ല. കാരണം IV ശശി ഹൈ പീക്കിലിരിക്കുന്ന ഒരാളാണ്. IV ശശി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിനിമാ തിയേറ്ററിൽ ചെന്നാൽ നിങ്ങൾക്കറിയാം, എല്ലാം നിശബ്ദമായിരിക്കും. സംവിധാനം IV ശശി എന്ന് കണ്ടാൽ ഒന്നും അടക്കം കയ്യടിയാണ്. അപ്പം അങ്ങനെയുള്ള ഒരാളിൽ നിന്ന് കള്ളനും പോലീസിനെ പോലുള്ള ഒരു പടം ജനങ്ങൾ പ്രതീക്ഷിക്കുന്നില്ല. അതൊരു ചെറുകട വേറൊരു ഡയറക്ടർ ചെയ്യേണ്ടതാണ്. അപ്പം ഇത് കഴിഞ്ഞ് ഞാനൊരു പ്രാവശ്യം ഞങ്ങളിപ്പോൾ ഫ്രണ്ട്ഷിപ്പ് അതിന് മുമ്പേ തുടങ്ങിയിട്ടുള്ളതാണ്, 77 തൊട്ട്. അപ്പം ഇത് കഴിഞ്ഞ് ഞങ്ങൾ മഹാറാണിയിൽ, ശരിക്കും പറഞ്ഞാൽ 205-ാമത്തെ റൂമിൽ, അപ്പം അത് കഴിഞ്ഞ് വന്ന് അവിടുന്ന് ആഹാരം കഴിച്ച് ഞങ്ങൾ 205-ാമത്തെ റൂമിലിരിക്കുകയാണ്. അപ്പോൾ ഇരിക്കുമ്പോൾ ഞാൻ സ്വതവേ ഊട് കഴിഞ്ഞാൽ പണ്ട് തൊട്ടേ ഷൂട്ടിംഗ് ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ജോലി ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഉച്ചയ്ക്ക് അല്പം മയങ്ങും. ആ സമയത്താണ് രഞ്ജിത്തും അഗസ്റ്റിൻ എന്ന് പറയുന്നത് അവിടെ റൂമിൽ വരുന്നത്. ഞാൻ പിന്നീട് അറിഞ്ഞു ഗിരീഷ് പുത്തഞ്ചേരി താഴെ ഉണ്ടായിരുന്നു. വന്നിട്ട് രഞ്ജിത്ത് പറഞ്ഞു, ശശിയേട്ടൻ ഞാനൊരു കഥ പറയാം, നമുക്ക് നല്ലതാണെങ്കിൽ മുരളി വെച്ച് ചെയ്യാം, ആക്ടർ മുരളി. അപ്പം ഞാൻ കട്ടിലിൽ കിടക്കുന്നു, ശശി ചമ്രം പിടിച്ചിരിക്കുന്നു, കഥ കേൾക്കുന്നു. അപ്പോൾ കഥ കേട്ട് കുറേ കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നി ഇതിനകത്തൊരു നല്ലൊരു ക്യാരക്ടറുണ്ട്. അങ്ങനെ കഥയൊക്കെ കേട്ടു. അപ്പോൾ ഞാൻ ഒരുപാട് മാറ്റങ്ങൾ എൻ്റെ മനസ്സിൽ തോന്നി. കാരണം ഞാൻ MT വാസേട്ടൻ്റെ ക്ലാസ്സാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇതിനകത്ത് കുറച്ച് മാറ്റങ്ങളൊക്കെ വരുത്തിയ രഞ്ജിത്ത്, നമുക്ക് ഇത് മോഹൻലാലിനെ വെച്ച് ചെയ്യാം. അപ്പം ശശിക്കും ഒരു വിശ്വാസക്കുറവ് തോന്നി ആ സമയത്ത്. രഞ്ജിത്തിന് പ്രത്യേകിച്ചും, കാരണം അതിനു മുമ്പ് ഞാൻ 1-2 പ്രാവശ്യം ഞാൻ തന്നെ ട്രൈ ചെയ്തിട്ട് വിജയ് തമ്പിക്ക് വേണ്ടി ഒരു പടം ചെയ്യാനായിട്ട്. അപ്പം രഞ്ജിത്തിനെ എന്ന് പറഞ്ഞപ്പോൾ മോഹൻലാൽ സമ്മതിച്ചില്ല, തുറന്ന സത്യങ്ങളാണ്. അങ്ങനെയാണ് പിന്നെ അത് ഇവിടെ വന്നു. മഹാലിംഗപുരത്ത് താമസിക്കുന്ന ശശിയുടെ അടുത്ത് തന്നെ സീമയുടെ ചോറ് തരും. അവിടെ ഇരുന്ന് ആ കഥ പൂർണ്ണമാക്കി. അതാണ് ദേവാസുരം